എനിക്ക് എൻ്റെ ഓർമ്മകളെന്ന് പറയുന്നത് ഒരുപാട് കാലം മുതലേ ഉള്ളതാണ്. കാരണം കേരള വർക്കിംഗ് വിമൻ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്ത്രീകളുടെ ഒരു സംഘടന ഉണ്ടായിരുന്നല്ലോ. അതിൻ്റെ എന്താവശ്യത്തിനും വി എസിനടുത്തോട്ടാണ് നമ്മൾ ഓടിപ്പോയിക്കൊണ്ടിരുന്നത്. നമുക്ക് ഹോസ്റ്റൽ കെട്ടിടം പണിയാൻ കോൺട്രാക്ടറെ ആക്കി തന്നതും അതിനുശേഷം എല്ലാം എന്തൊരാവശ്യം ഉണ്ടെങ്കിലും അവിടെ ചെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ പിന്നെ പ്രതിപക്ഷ നേതാവായിട്ട് വന്നത് ഞങ്ങളുടെ തൊട്ട അയൽവക്കമാണ്. ഒരു മതിലിൻ്റെ അപ്പുറമാണ് വർക്കിംഗ് വിമൻ അസോസിയേഷൻ്റെ ഹോസ്റ്റലിൻ്റെ മതിലിൻ്റെ അപ്പുറമാണ്. അപ്പോൾ അയൽവക്കം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മാത്രം ഞങ്ങൾക്ക് എന്തൊരാവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോകണേ. ആ റോഡിലൊരു ലൈറ്റ് കത്തില്ലെങ്കിൽ ഞങ്ങളുടെ മതിലിലോട്ടൊരു പിന്നെ കൻ്റോൺമെൻറ്റ് ഹൗസിൽ നിന്ന് ഒരു മരം വീണ് മതിൽ പൊളിഞ്ഞു പോയപ്പോൾ ഒക്കെ അങ്ങോട്ട് ഓടിച്ചെന്നാൽ അതിന് പരിഹാരമുണ്ട്. അത് ചെയ്ത് നമുക്ക് വേണ്ടത് ചെയ്തു തന്നിരിക്കും. അങ്ങനെയായിരുന്നു, അത്രയ്ക്കൊരു അടുപ്പമായിരുന്നു. പിന്നെ സുവിനയുടെ അച്ഛനോടുമുള്ള അടുപ്പം വളരെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് ഇത് എന്നോടും വലിയ വാത്സല്യമായിരുന്നു. എനിക്ക് വനിതാരത്ന അവാർഡ് കിട്ടിയപ്പോൾ പിന്നെ മറ്റുള്ളവരൊക്കെ VS എന്നെ വിളിച്ച് എനിക്കൊരു ഉപഹാരം തരികയുണ്ടായി. VS ജീവിച്ചിരുന്ന കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും VSൻ്റെ ഒപ്പം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ അഭിമാനമായിട്ട് കാണുന്നത്. തീർച്ചയായിട്ടും VS നമ്മളെ പഠിപ്പിച്ചത് പോരാടാനാണ്. ആ പോരാട്ടം തുടരുക തന്നെ ചെയ്യും.